വിവിധ കണ്ണികളെ കൂട്ടിയിണക്കുന്ന ഒരു ശ്രമത്തിലാണ് പോലീസ്. അതുപോലെ തന്നെ മറ്റു നടപടിക്രമങ്ങൾ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക, പോസ്റ്റ്മോർട്ടം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. സമാന്തരമായി തന്നെ ഇതിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. അഫാന്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിആർഎനിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെയും ഈ പറയുന്ന പൊതുപ്രവർത്തകരുടെ എല്ലാം വിശദമായ വിവരണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജിആർഎനിൽ ഈ പേരുമല വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ വീട്ടിലെത്തി പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ജിബിൻ അവിടെയുണ്ട്. ജിബിൻ, ഈ അഫാന്റെ വീട് പരിസരം നാട്ടുകാർക്ക് ഇതുപോലൊരു ഞെട്ടൽ ഇനി ഉണ്ടാകാനില്ല. അവിടെ അവരുടെ അയൽവാസിയായ ഒരു ചെറുപ്പക്കാരൻ, വെറും 23 വയസ്സ് മാത്രമുള്ള ഒരാൾ ഈ രീതിയിലുള്ള നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നു. അതും 1-2 പേരെയല്ല, 5 പേരെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്, കൊല ചെയ്തിരിക്കുന്നത്. ഈ നാട്ടുകാരൊക്കെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ നാട്ടുകാരാകെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ ഒരു വാർത്ത കേൾക്കുന്നത്. കാരണം ഈ പെരുമല എന്ന് പറയുന്ന പ്രദേശം, ഈ വെഞ്ഞാറമൂട് നിന്ന് MC റോഡ് നിന്ന് വെഞ്ഞാറമൂട് നിന്ന് കുറച്ചൊരു പേരുമല എന്ന് പറയാം, ഒരു 5 കിലോമീറ്റർ മാത്രമേ ഈ ഒരു ഇവിടേക്ക് ദൂരമുള്ളൂ. ഇവിടെ സമാന രീതിയിൽ മുൻപ് വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും തന്നെ നടന്നിട്ടുള്ള ഒരു നാടല്ല. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി ഈ അഫാൻ നേരിട്ടെത്തി, കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അഫാൻ നേരിട്ടെത്തിയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകുന്നത്. താൻ 6 പേരെ കൊന്നു എന്നുള്ള കാര്യം. ഇത് അറിയുന്നതിന് വേണ്ടി പോലീസ് നേരിട്ട് ഈ വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഈ നാട്ടുകാരൊക്കെ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ അറിയുന്നത്. നാടിനെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ്. വൈശാഖികമായ നാടിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവത്തിനാണ് ഈ പ്രദേശം വേദിയായത്. വളരെ ക്രൂരമായിട്ടുള്ള, മുൻകൂട്ടി തീരുമാനിച്ച് നടപ്പാക്കിയ ഒരു രീതിയാണ്. ഇത്രയധികം കിലോമീറ്റർ സഞ്ചരിച്ച് 3 വീടുകളിൽ പോയി കൊല ചെയ്തിരിക്കുന്നത് യാദൃച്ഛികമായ സംഭവമല്ല, അല്ലെങ്കിൽ വികാരത്തിലുണ്ടായ സംഭവമല്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു വിഷയമാണ്. ഇത് നമ്മുടെ സമൂഹം ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമായിട്ടാണ് കാണുന്നത്.